വമ്പൻ നീക്കങ്ങളിലേക്കാണ് കോൺഗ്രസ് ഓരോ ദിവസവും കോപ്പ് കൂട്ടുന്നത്. അതിന്റെ ആദ്യപടി എന്നോണം പാർട്ടിക്കകത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലേറ്റവരെ പുറം തള്ളിക്കൊണ്ടൊരു ശുദ്ധി കലശം തന്നെ നടത്തുക എന്നതായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പിന്നാലെ അത് നമ്മൾ കാണുകയും ചെയ്തു. പിന്നീട് മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് മോദിയുടെ ഉരുക്കു കോട്ടകളിലേക്കുള്ള രാഹുലിന്റെ രണ്ടാം ജോഡോ യാത്രയും അതും BJP എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്ത കോൺഗ്രസിന്റെ പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ വമ്പൻ റാലി നടത്തുക എന്നുള്ളതാണ്. അതും രാംലീല മൈതാനിയിൽ വെച്ച് ഫെബ്രുവരി 3-നാണ് റാലി സംഘടിപ്പിക്കാൻ പോകുന്നത്. നിലവിൽ 7 സീറ്റുകളുള്ള ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 7ഉം പിടിച്ചടക്കിയേ പറ്റൂ എന്നുള്ളൊരു വാശി കൂടിയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന് എന്നല്ല, ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കും ഒരു സീറ്റ് പോലും ലോക്സഭയിലേക്കില്ല. മൊത്തം തൂത്തുവാരിയതും BJP ആയിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ എല്ലാ സീറ്റിലും BJP തന്നെയാണ് വിജയിക്കുന്നത്. ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സഖ്യത്തിലേക്ക് വരെ കടന്നിരിക്കുകയുമാണ് കോൺഗ്രസ്. ഇവിടെ കോൺഗ്രസിന് 3ഉം AAPക്ക് 4ഉം സീറ്റ് എന്ന നിലയിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും ഹരിയാനയിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം സഖ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലുമാണ്. ഗോവയിലെ 2 സീറ്റിൽ 1 വേണമെന്ന നിലപാടിലാണ് പാർട്ടി. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുമായി സഖ്യം പരാജയത്തിലാണ്. സഖ്യത്തിൽ സീറ്റ് ചർച്ചകൾ പാതി വഴിയിൽ. എങ്ങനെ തകർക്കാമെന്നുള്ള രൂപത്തിലേക്കാണ് വാർത്തകൾ സാധാരണക്കാരിലേക്ക് പടച്ചു വിടുകയാണ് BJP അടങ്ങുന്ന സംഘം. അവിടേക്കാണ് മോദിയുടെ മൂക്കിൻ തുമ്പിൽ നിന്ന് തന്നെ റാലി തുടങ്ങാമെന്നുള്ള